പ്രധാനപ്പെട്ട സമുദ്രപാതകളിലൊന്നായ ഹോർമൂസ് കടലിടുക്കിൽ വീണ്ടും യുദ്ധത്തിന്റെ കാർമേഘങ്ങൾ ഉരുണ്ടുകൂടുകയാണ്. കഴിഞ്ഞ ദിവസം ഇറാൻ നാവികസേനയും അമേരിക്കൻ യുദ്ധക്കപ്പലുകളും തമ്മിൽ നേർക്കുനേർ വന്ന സാഹചര്യം അന്താരാഷ്ട്ര തലത്തിൽ വലിയ ആശങ്കകൾക്ക് വഴി തുറന്നിരുന്നു. തങ്ങളുടെ സമുദ്രപരിധിക്ക് സമീപമെത്തിയ അമേരിക്കൻ ഡിസ്ട്രോയറുകൾക്ക് നേരെ ക്രൂയിസ് മിസൈലുകൾ ലക്ഷ്യം വെച്ചതായും ഇതേ തുടർന്ന് അമേരിക്കൻ കപ്പലുകൾക്ക് പിൻവാങ്ങേണ്ടി വന്നതായും ഇറാൻ അവകാശപ്പെടുന്നു. വെറും ഒരു നാവിക അഭ്യാസത്തിനപ്പുറം മേഖലയിലെ തങ്ങളുടെ ആധിപത്യം തെളിയിക്കാനുള്ള ഇറാന്റെ നീക്കമായി ഇതിനെ വിദഗ്ധർ വിലയിരുത്തുന്നു. ഇറാനിയൻ മാധ്യമങ്ങളും ഔദ്യോഗിക വൃത്തങ്ങളും പുറത്തുവിട്ട വിവരങ്ങൾ പ്രകാരം അത്യാധുനികമായ 16ഓളം ക്രൂയിസ് മിസൈലുകളാണ് ഒരേ സമയം അമേരിക്കൻ കപ്പലുകളെ ലക്ഷ്യം വെച്ച് വിക്ഷേപണത്തിന് സജ്ജമാക്കിയിരുന്നത്. ഇറാൻ വിപ്ലവ ഗാർഡിന്റെ നാവിക വിഭാഗമാണ് ഈ ദൗത്യത്തിന് നേതൃത്വം നൽകിയത്. തങ്ങളുടെ സമുദ്രാതിർത്തി ലംഘിക്കാൻ ശ്രമിക്കുന്ന ഏതൊരു വിദേശ ശക്തിക്കും ശക്തമായ മറുപടി നൽകുമെന്ന ഇറാന്റെ പ്രഖ്യാപനം വെറും വാക്കല്ലെന്ന് തെളിയിക്കുന്നതായിരുന്നു ഈ നീക്കം. മിസൈലുകൾ ലോക്ക് ചെയ്തതോടെ കപ്പലുകൾക്ക് അപകടം സംഭവിക്കാനുള്ള സാധ്യത മുൻകൂട്ടി കണ്ടാണ് അമേരിക്കൻ കപ്പലുകൾ പിൻവാങ്ങിയതെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഈ സംഭവം കേവലം ഒരു പ്രാദേശിക തർക്കമായി കാണാൻ കഴിയില്ല. ലോകത്തിലെ മൊത്തം ക്രൂഡ് ഓയിൽ വിതരണത്തിന്റെ വലിയൊരു ഭാഗം കടന്നു പോകുന്ന പാതയാണ് ഹോർമൂസ് കടലിടുക്ക്. ഇവിടെ ഉണ്ടാകുന്ന നേരിയൊരു പ്രകോപനം പോലും ആഗോള വിപണിയിൽ എണ്ണവില കുതിച്ചുയരാൻ കാരണമാകും. ഇറാന്റെ ഈ നീക്കം ആഗോള സാമ്പത്തിക ഭദ്രതയെ തന്നെ വെല്ലുവിളിക്കുന്ന ഒന്നാണെന്ന് പാശ്ചാത്യ ശക്തികൾ ആരോപിക്കുന്നു. എന്നാൽ തങ്ങളുടെ രാജ്യത്തിന്റെ സുരക്ഷ ഉറപ്പാക്കാനുള്ള അവകാശം തങ്ങൾക്കുണ്ടെന്നാണ് ഇറാന്റെ പക്ഷം. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി അമേരിക്കയും ഇറാനും തമ്മിൽ നിലനിൽക്കുന്ന അസ്വാരസ്യങ്ങളുടെ ഏറ്റവും പുതിയ അധ്യായമാണിത്. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഹോർമൂസ് കടലിടുക്കിലെ തങ്ങളുടെ സാന്നിധ്യം സമുദ്രയാത്രയുടെ സ്വാതന്ത്ര്യം ഉറപ്പാക്കുന്നതിനാണ്. എന്നാൽ ഇറാന്റെ കണ്ണിൽ ഇത് തങ്ങളുടെ അയൽപക്കത്തെ അനാവശ്യമായ ഇടപെടലാണ്. ആധുനിക ഡ്രോണുകളും മിസൈൽ സാങ്കേതിക വിദ്യയും ഉപയോഗിച്ച് ഇറാൻ തങ്ങളുടെ പ്രതിരോധം ശക്തമാക്കിയിരിക്കുന്നത് അമേരിക്കൻ സൈന്യത്തിന് വലിയ തലവേദനയാണ് സൃഷ്ടിക്കുന്നത്. കടലിടുക്കിന്റെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ ഇറാൻ സൈന്യത്തിന് വലിയ മുൻതൂക്കം നൽകുന്നുണ്ട്. ഇടുങ്ങി ഈ പാതയിലൂടെ കടന്നു പോകുന്ന വലിയ യുദ്ധക്കപ്പലുകളെ കരയിൽ നിന്നുള്ള മിസൈലുകൾ ഉപയോഗിച്ച് എളുപ്പത്തിൽ ലക്ഷ്യം വെക്കാൻ ഇറാന് സാധിക്കും. ഈ സാഹചര്യം മേഖലയിലെ മറ്റ് രാജ്യങ്ങളെയും കടുത്ത ആശങ്കയിലാക്കുന്നുണ്ട്. സൗദി അറേബ്യ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് തുടങ്ങിയ രാജ്യങ്ങളുടെ എണ്ണ കയറ്റുമതി പ്രധാനമായും ഈ പാതയെയാണ് ആശ്രയിക്കുന്നത്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള നേരിട്ടുള്ള ഏറ്റുമുട്ടൽ മേഖലയിൽ ആകെ പടരാൻ സാധ്യതയുണ്ട്. നിലവിൽ ഇരുപക്ഷവും തമ്മിൽ കടുത്ത വാക്പോരുകൾ തുടരുകയാണ്. ഇറാൻ തങ്ങളുടെ ശക്തി പ്രകടനം നടത്തുകയാണോ അതോ വരാനിരിക്കുന്ന ഒരു വലിയ സംഘർഷത്തിന്റെ മുന്നറിയിപ്പാണോ ഇതെന്നാണ് ലോകം ഇപ്പോൾ ഉറ്റുനോക്കുന്നത്. നയതന്ത്ര ചർച്ചകൾ വഴി പരിഹരിക്കപ്പെടാത്ത പക്ഷം ഹോർമൂസ് കടലിടുക്കിലെ ഈ അസ്ഥിരത ആഗോളതലത്തിൽ വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുമെന്ന് ഉറപ്പാണ്. ഇറാന്റെ മിസൈൽ പ്രഹരശേഷിയും അമേരിക്കയുടെ അത്യാധുനിക നാവിക പ്രതിരോധവും തമ്മിലുള്ള ഈ മത്സരം സമാധാനപ്രിയരായ ലോക ജനതയെ ആശങ്കയിലാഴ്ത്തുന്നുണ്ട്. ഓരോ ദിവസവും ഹോർമൂസിൽ നിന്നുള്ള വാർത്തകൾ കൂടുതൽ സങ്കീർണമായി മാറുകയാണ്. വരും ദിവസങ്ങളിൽ ഇരു രാജ്യങ്ങളുടെയും ഭാഗത്തു നിന്നുണ്ടാകുന്ന നീക്കങ്ങൾ മേഖലയുടെ ഭാവി തീരുമാനിക്കുന്നതിൽ നിർണായകമാകും. സമാധാനപരമായ പരിഹാരം കണ്ടെത്താൻ അന്താരാഷ്ട്ര സമൂഹം ഇടപെടേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു.